ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ ആണ്. അത് മൈലേജ് ഷോർട്ടായിട്ടാണ് കയറിയാണ്. അപ്പം നിലവിൽ അതിനകത്ത് പറഞ്ഞേക്കുന്ന കംപ്ലയിൻറ്റ് മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മൈലേജ് കുറവാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്ലോ സ്പീഡ് കറക്റ്റായിട്ട് അത് കൂടുതലാണെന്ന് പറയണം. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് കുറച്ച് കറക്റ്റ് ഐഡിയലിൽ നിർത്തണം. പിന്നെ എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ രണ്ടും ചെക്ക് ചെയ്യണം. പിന്നെ വൈബ്രേഷൻ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിലവിൽ നമ്മൾ എൻ്റെ ഗിയർ ഓയിൽ നോക്കി നല്ല ഓയിലാണ്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ലെവലൊരല്പം കുറവ് കാണുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നോക്കുമ്പോൾ അടിയിൽ കണ്ടോ ഏകദേശം ഒരു 300 മില്ലിയുടെ അടുത്ത് വ്യത്യാസമുണ്ട്. 300 മില്ലിയോളം ഓയിൽ ലെവൽ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ലെവൽ കുറവുള്ളത് ഒഴിക്കേണ്ടി വരും. പിന്നെ നമുക്ക് അതിനകത്ത് മൈലേജ് ഷോട്ടിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി നല്ലോണം ബ്ലോക്ക് ആയേക്കാം. ഈ സൈഡൊക്കെ നല്ലോണം പൊടിയുണ്ട് കേട്ടോ. ഇവിടേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിലുള്ള പൊടിയാണ്. മണ്ണ് റൂട്ടിലൂടെയൊക്കെ ഓടിയിട്ട് പൊടി കയറിയേക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണേ. നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്ക് ആയേക്കാം. അതുതന്നെയാണ് മൈലേജ് ഷോട്ടിൻ്റെ മെയിൻ കാരണം. കാർബറേറ്റർ മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസം അങ്ങോട്ട് മാറ്റിയതാണ്, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ. ഏകദേശം ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കാർബറേറ്റർ അഴിക്കേണ്ടതായിട്ടില്ല, ഒന്ന് ട്യൂൺ ചെയ്താൽ മതിയാവും. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി പുതിയത് ഇടേണ്ടി വരും കേട്ടോ. എയർ ഫിൽറ്ററും പ്ലഗുമാണ് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഐറ്റംസ്. അത് രണ്ടും മാറ്റി ക്ലിയർ ചെയ്തിടാം. പ്ലഗും ഈ പറഞ്ഞ രീതികൾ രണ്ടും കൂടി സെറ്റായിട്ടാണ് മാറ്റുക, എയർ ഫിൽറ്ററും പ്ലഗും കൂടി. അതിന് ശേഷം ഒന്ന് ട്യൂൺ ചെയ്തിടാം. അതാണ് നിലവിൽ മൈലേജിൻ്റെ പ്രോബ്ലം, അതാണ് നമുക്ക് ഫീൽ ചെയ്യണുള്ളൂ. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വൈബ്രേഷൻ്റെ പ്രോബ്ലം 1-2 കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് വൈസറിൻ്റെ ഇവിടെയൊക്കെ വന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന ബോൾട്ട് ചെയ്യണ ഭാഗം ഒടിഞ്ഞു പോയേക്കാണ്. നമ്മളേക്ക് മുമ്പ് പറഞ്ഞേക്കുന്ന കേസുമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്കത് ഹാൻഡിലുമ്പോൾ വന്ന പീസാണത്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഈ സൈലൻസിൻ്റെ ഉള്ളിൽ ഷെല്ല് പൊട്ടിയേക്കണായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിലൊരു സൗണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ വൈബ്രേഷൻ്റെ കേസ് 100% ക്ലിയർ ചെയ്യൽ നടക്കില്ല. ബാക്കിയുള്ള വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിനകത്ത് കിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ. ഏകദേശം നമുക്കൊരു 6 മണി 6:30 ആവും തീരുമ്പോഴത്തേക്കും. ഇപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.